സ്വന്തമായി ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്ത അവസ്ഥ. തങ്ങളെ മൂടിയ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 1.5 കിലോമീറ്ററോളം ദുർഘടമായ കാട്ടുപാതയിലൂടെ നടന്നു വേണമായിരുന്നു മാരിക്കും മക്കൾക്കും പുറം ലോകത്തെത്താൻ. പഠിച്ച് വലിയ ആളായി നമുക്ക് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടണം അമ്മയെന്ന് എപ്പോഴും പറയുമായിരുന്ന പഠനത്തിൽ മിടുക്കരായ ദക്ഷനും ദക്ഷിണയും നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളാണ് ഒരു തുമ്പിക്കൈയടിയിൽ തകർന്നു പോയത്. അമ്മ മാരിക്ക് കൂലിപ്പണിക്ക് പോകേണ്ടിയിരുന്നതിനാൽ പതിവിലും അല്പം നേരത്തെയാണ് അവർ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നും കുട്ടികൾ ബസ് കാത്തു നിൽക്കാറുള്ള റോഡിന് വെറും 100 മീറ്റർ മാത്രം അകലെ വെച്ചാണ് കുട്ടിയാനയോടൊപ്പം വന്ന പിടിയാന ആക്രമിക്കുന്നത്. നിമിഷങ്ങൾക്കകം മാരിയെ അടിച്ചു വീഴ്ത്തി ആന ചവിട്ടി മിതിച്ചു. അമ്മയെ രക്ഷിക്കാൻ ശ്രമിച്ച ദക്ഷിണയെയും ആന അടിച്ചു വീഴ്ത്തുകയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ട ദക്ഷൻ നിലവിൽ അപകടാവസ്ഥ തരണം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ക്രൂരതയ്ക്കെല്ലാം സാക്ഷിയാകേണ്ടി വന്നത് ദക്ഷിണ എന്ന 9 വയസ്സുകാരിയാണ്. ഇവരുടെ തൊട്ടുപിന്നാലെ വന്ന ദക്ഷിണയെ കാട്ടാനകൾ കണ്ടിരുന്നില്ല. ആനകൾ മടങ്ങിപ്പോയിട്ടും കൺമുന്നിൽ വെച്ച് തന്റെ അമ്മ ഇല്ലാതാകുന്നത് കണ്ട നടുക്കത്തിൽ കരയാൻ പോലും കഴിയാതെ മരവിച്ചു നിൽക്കുകയായിരുന്നു ആ കുരുന്ന്. യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ടും കാട്ടാനപ്പേടി കൊണ്ടും ഈ പ്രദേശത്തെ പല കുട്ടികളും മുൻപ് പഠനം നിർത്തിയിട്ടുണ്ട്. എന്നിട്ടും പ്രതിസന്ധികളോട് പൊരുതി മുന്നേറിയ കുഞ്ഞുങ്ങളുടെ തണലാണ് ഇപ്പോൾ ഇല്ലാതായത്. അമ്മ കാട്ടിയ വെളിച്ചത്തിൽ ഇനി ആ കൊച്ചുവീട്ടിൽ ഈ സഹോദരങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നത് ചോദ്യചിഹ്നമാണ്. കൺമുന്നിൽ പൊലിഞ്ഞ അമ്മയുടെ ഓർമ്മകളുമായി ഇനി ആ ഒറ്റമുറി വീട്ടിൽ കാട്ടാനപ്പേടിയെ കൂട്ടുപിടിച്ച് കഴിയേണ്ടി വരുന്ന ദക്ഷന്റെയും ദക്ഷിണയുടെയും കണ്ണീരിനു മുന്നിൽ ഈ നാട് വിതുമ്പുകയാണ്. കേരള 1 മലയാളം, ഇടുക്കി.